ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ വീഡിയോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ന്യൂസിലാൻഡിലെ പപ്പട്ടോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാരാണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ നൈറ്റ് എങ്ങനെയാണ് പപ്പട്ടോട്ടോ എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ ട്രിവാൻഡ്രം, കൊച്ചി, അങ്ങനത്തെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വലിയ സിറ്റിയുടെ ബേസ് ആയിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കണ്ട. ജസ്റ്റ് ഒരു ന്യൂസിലാൻഡിലെ ഒരു പപ്പട്ടോട്ടോ എന്ന് പറഞ്ഞൊരു ടൗൺ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. പിന്നെ രാവിലെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ, ഈ പപ്പട്ടോട്ടോ എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമോ അങ്ങനെയൊക്കെ. അങ്ങനെ ആ ഒരു വീഡിയോ രാവിലത്തെ ഒരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റിലത്തെ പപ്പട്ടോട്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പപ്പട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നൈറ്റ് ന്യൂസിലാൻഡിലെ പപ്പട്ടോട്ടോ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ. ഇവിടെ ഒന്നും മനുഷ്യരൊക്കെ ഇല്ല. എല്ലാരും ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒരു 5 മണിയൊക്കെ ആകുമ്പം എല്ലാരും അകത്ത് കയറും. ഈ വഴിയാണ് നമ്മുടെ ശ്രീകുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ജസ്റ്റ് ഒരു നൈറ്റ് എങ്ങനെയാണ് പപ്പട്ടോട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ന്യൂസിലാൻഡില് ചിലരൊക്കെ ഭയങ്കര കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. ന്യൂസിലാൻഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. സംഭവം നല്ല രാജ്യം തന്നെയാണ്, പീസ്ഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. ആരും ആരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാനോ അങ്ങനെ ഒന്നും വരാറില്ല. നമ്മള് ഒരു സമാധാന ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രാജ്യം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള രാജ്യമാണ്. കണ്ടല്ലേ, ഇത് നൈറ്റാണ്. നൈറ്റിലും തിരക്കുകളൊന്നും ഇല്ല. ഈ മെയിൻ തിരക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർ സിറ്റിക്ക്, അത് ഓക്ലാൻഡ് സിറ്റി, അവിടെയൊക്കെയാണ് ഈ മെയിൻ തിരക്കുകളൊക്കെ ഉണ്ടാവുന്നത്. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പട്ടോയില് ഓൾഡ് ടൗൺ ഉണ്ട്, ന്യൂ ടൗൺ ഉണ്ട്. ന്യൂ പപ്പട്ടോട്ടോ എന്ന് പറയും, ഓൾഡ് പപ്പട്ടോട്ടോ എന്ന് പറയും. പക്ഷെ ഇതില് ഞാൻ പോകുന്നതും എനിക്ക് തോന്നുന്ന ഇത് ഓൾഡ് പപ്പട്ടോട്ടോ അല്ല, ന്യൂ പപ്പട്ടോട്ടോ എന്നാ തോന്നുന്നത്. നിങ്ങൾക്കിത് എത്രമാത്രം ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല. ഇതാണ് പപ്പട്ടോട്ടോയുടെ മെയിൻ ടൗണിലോട്ട് ഞാൻ കയറുകയാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന. ഇവിടെ ന്യൂസിലാൻഡില് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്നത് ഈ പപ്പട്ടോട്ടോ അല്ല. ഇവിടെ കൂടുതലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാരും താമസിക്കുന്നത് പപ്പട്ടോട്ടോ അല്ല. ഇതൊക്കെയാണ് അവരുടെ ഇവിടത്തെ രാത്രിത്തെ ഒരവസ്ഥ. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7:30-8 മണിയാണ്. ഇപ്പം എന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പപ്പട്ടോട്ടോ സെൻട്രൽ സ്കൂള്. അവിടെയാണ് എന്റെ മോള് പഠിക്കുന്നത്. പിന്നെ ഇതാ നൈറ്റില് ഒരു 7-8 മണിയായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ന്യൂസിലാൻഡ്. ഇതേപോലെ തന്നെ കേട്ടോ എല്ലാ സ്ഥലങ്ങളും. എല്ലാവരും 7-6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ, ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ആവാറായി. അപ്പൊ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാരും വീടുകളിൽ കയറും. ഇപ്പൊ സിഗ്നൽ വന്ന് ഞാൻ എടുത്തോണ്ട് പോട്ടെ. ഇതെല്ലാം ഈ പപ്പട്ടോട്ടോ ടൗണിലെ കാര്യങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ഭയങ്കര വലിയൊരു ടൗൺ എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും നമ്മളെ പഞ്ചാബികള്, ഗുജറാത്തികള്, മലയാളികള്. തൊട്ടടുത്തൊരു മിഡിൽ മോഡ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടെ കൂടുതലും മലയാളി നഴ്സുമാരാ. അവർക്ക് പോയിട്ട് വരാൻ എളുപ്പമായിട്ടുള്ളത് ഈ പപ്പട്ടോയിൽ നിൽക്കുന്ന. അതായത് നമ്മളെ കാണുമ്പോ നിങ്ങൾക്കൊരു ഇന്ത്യ തന്നെ എന്ന് തോന്നും കാണുമ്പോ. ഇവിടെ കാരണം ഇവിടെയൊക്കെ എന്നല്ലേ നമ്മള് സിഗ്നലിലൊക്കെ കൃത്യമായിട്ട് നോക്കി, കൃത്യം 50 കിലോമീറ്റർ സ്പീഡാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ ഓട്ടിക്കാൻ പറ്റുള്ളൂ. ഇത് കേമാർട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കാണാൻ പറ്റുന്നതാണ് കേമാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അത് നമ്മളുടെ ലുലുമാള്, നമ്മുടെ നാട്ടിലത്തെ ലുലുമാള് പോലത്തെ ഇതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് പോകുന്നത് ഈ കാണുന്ന കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇതെല്ലാം ഇന്ത്യക്കാരുടെ ആണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ഇന്ത്യക്കാരുടെ തന്നെ. ബിരിയാണി വാല അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ഇന്ത്യക്കാരുടെ സാധനങ്ങളാണ്, എല്ലാ ഐറ്റങ്ങളും.
പിന്നെ ഇപ്പൊ സിഗ്നൽ കിടക്കുകയാണ്. ഇതിന് കുറച്ചും കൂടെ പോയാൽ മതി. കുറച്ചും കൂടെ കഴിഞ്ഞ് പിന്നെ ഈ കടകളും സാധനങ്ങളൊക്കെ കുറവാണ്. പിന്നെ കുറവാണ്. ഇവിടെ കുറേ നമ്മളുടെ ഈ എന്തെന്ന് പറയാ ഇന്ത്യക്കാരുടെ ഇതുണ്ടല്ലേ, കിച്ചൺ വെയർ ഹൗസ്. അതെന്ന് പറഞ്ഞാൽ നേരെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ബാർ ഫുട്ട് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ തൊട്ട് താഴെ കൊളമാൽ റോഡ്, അതിന്റെ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന കിച്ചൺ വെയർ ഫുട്ട് എന്നാ, അല്ല സോറി, കിച്ചൺ വെയർ ഹൗസ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലുള്ള സാധനങ്ങളെല്ലാം കിട്ടും. നമ്മളെ ബിരിയാണി ഉണ്ടാക്കാൻ വാർപ്പ്, അങ്ങനെ വലിയ സാധനങ്ങൾ, പിന്നെ എല്ലാ ഐറ്റങ്ങളും കിട്ടും. റേറ്റ് ഇച്ചിരി കമ്മിയാണ്. കൂടുതലും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും, പൊതുവെ ഇന്ത്യക്കാരെല്ലാവരും ടെമു ആണ്, ടെമു ചൈന ആപ്പ്. അവിടെ നമ്മൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ല. അതാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ഇന്ത്യക്കാരുടെയാണ്. ഇവിടെ പൂജ ജ്വല്ലറി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ഇതാണ്. നമ്മളവിടെ 24 അല്ലേ പറയുന്നത്, ഇവിടെ 21. പിന്നെ ഇനിയിപ്പോ ഇവിടെ കഴിഞ്ഞു, ഈ പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൗണ് കഴിഞ്ഞു, പപ്പട്ട ടൗണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിപ്പം പോകുന്നത് ഷെർലി റോഡ്. ഇനിയിപ്പോ കറങ്ങി നേരെ എന്റെ വീട്ടിലോട്ടാ പോകുന്നത്. നമുക്ക് രാവിലത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടുതരാം. അതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ നടന്ന് ഇടാം. കാരണം എന്റെ വീട്ടിൽ നിന്ന് ഇതിവിടെ വരാൻ ഏതാണ്ട് ഒരു കിലോമീറ്റർ തികച്ചിട്ടില്ല, ഒരു 800 മീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും രാവിലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നിലവിൽ കഴിഞ്ഞു, പപ്പട്ടോട്ടോയുടെ ന്യൂ ടൗൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ന്യൂസിലാൻഡിൽ വരാൻ ആഗ്രഹിക്കുന്നവരും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്കും ഈ വീഡിയോ ഒരു നല്ലൊരു പ്രചോദനമായിരിക്കും. എന്തായാലും ബാക്കി നമുക്ക് ഇപ്പം തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ ഒരു ദിവസം രാവിലെ വന്ന് എല്ലാം ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. രാവിലെ എല്ലാം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടത് പപ്പട്ടോട്ടോയി ന്യൂ ടൗൺ ആണ്. ഇവിടെയാണ് നമുക്ക് എല്ലാം പപ്പട്ടോട്ടയിലാണ് നമുക്ക് ഇന്ത്യൻ സാധനങ്ങളെല്ലാം കിട്ടുന്ന പപ്പട്ടോട്ടയിലാണ്. മസാല, അങ്ങനത്തെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ പല പല സ്റ്റോറുകളുണ്ട്. ഡി എച്ച് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ ഇന്ത്യക്കാരുടെ സാധനങ്ങളാണ് കിട്ടുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇനി രാവിലത്തെ ഒരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് നടന്നു പോയി ഞാൻ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോ ന്യൂസിലാൻഡിൽ വരാൻ ആഗ്രഹിക്കുന്നുള്ളവരും നമ്മൾ ഇന്ത്യക്കാർ വരാൻ ആഗ്രഹിക്കുന്നുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ, മലയാളികൾ മിക്കവാറും മിഡിൽ മോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഇവിടെ വരുന്നത്. അപ്പം അവർക്ക് പപ്പട്ടോട്ടോ എങ്ങനെയാണെന്നുള്ളൊരു രാത്രിത്തെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഇനി രാവിലത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പപ്പട്ടോട്ടോയിൽ ന്യൂസിലാൻഡ് എന്താണെന്നും പപ്പട്ടോട്ടോ എന്നാണ് ഒരു ചെറിയൊരു ടൗണിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ.